ഹലോ വെൽക്കം ടു ക്രിസ്ത്യൻ ടൈംസ്. അപ്പോൾ നമ്മുടെ തോർ 5 ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ക്രിസ് ഹെംസ്വർത്തിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. സോ അത് എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നേരെ വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ് ഹെംസ്വർത്തിൻ്റെയൊക്കെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മൂവി ഇപ്പോൾ വരാൻ പോവുകയാണ്, ഫ്യൂരിയോസ. സോ അപ്പോൾ ആ ഒരു പടവുമായി ബന്ധപ്പെട്ട് ഒരു ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് നമ്മുടെ ക്രിസ് ഹെംസ്വർത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത്. അതായത് നിങ്ങൾ തോറായിട്ട് ഇത്രയും വർഷം അഭിനയിച്ചു, അപ്പം തോർ 5 ഇനി വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മുടെ ക്രിസ് ഹെംസ്വർത്ത് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ബട്ട് അതൊരു വിഷമമായിട്ടാണ് പുള്ളി പറഞ്ഞത്. അതായത് തോറായിട്ട് ഞാൻ ഒരുപാട് വർഷം അഭിനയിച്ചു, ബട്ട് ഇപ്പം വന്ന തോർ ലവ് ആൻഡ് തണ്ടർ മൂവി എനിക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്താ പറയുക, ഫാൻസിൻ്റെ അടുത്ത് ഞാൻ ഒരു ദ്രോഹം ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അതുമാത്രമല്ല ഈ ഒരു MCUവിൽ തന്നെ ഒരു ഫസ്റ്റ് മൂവീസിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഉറപ്പായിട്ടും ഈ ഒരു തോർ ലവ് ആൻഡ് തണ്ടർ വരും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ ഒരു തോറിനെ ക്യാരക്ടറിനെ തന്നെ നശിപ്പിച്ച പോലെയാണ് തോന്നിയത് എന്നൊക്കെയാണ് നമ്മുടെ ക്രിസ് ഹെംസ്വർത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫാൻസിൻ്റെ അടുത്ത് താൻ എന്തായാലും ഫാൻസിന് വേണ്ടി ഒരു കാര്യം ചെയ്തിരിക്കും. ഉറപ്പായിട്ട് തോർ 5 വരും. സോ അതിൽ ആ തോർ എന്ന ക്യാരക്ടറിന് വേറെ ലെവലായിട്ട് കാണിക്കും, ഫാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചെയ്യുമെന്ന് നമ്മുടെ ക്രിസ് ഹെംസ്വർത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് പുള്ളിക്ക് പോലും തോർ ലവ് ആൻഡ് തണ്ടർ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം തോർ എന്ന ക്യാരക്ടറിനെ അതിൽ ഭയങ്കര കോമഡി ആയിട്ടാണ് കാണിച്ചത്. എന്താ പറയുക, ഒരു മണ്ടനെ പോലെയൊക്കെയാണ് പ്രസൻറ്റ് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിസ് ഹെംസ്വർത്തിന് പോലും അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈവൻ ആ ഒരു സ്ക്രിപ്റ്റിൽ തന്നെ തോറിന് പോലും ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. അപ്പം അതൊക്കെ നമ്മുടെ ക്രിസ് ഹെംസ്വർത്തിന് അപ്പോഴേ തോന്നി. ബട്ട് ഈ പടം എത്രത്തോളം ശോകമൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ഇവിടെ തോർ 5 കൺഫേം ആക്കിയിട്ടുണ്ട്. എന്തായാലും തോർ 5 വരും. സോ അതിൽ വന്ന് തോറിനെ ബെറ്റർ ആയിട്ടായിരിക്കും കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആ തോർ എന്ന ഒരു ക്യാരക്ടറിനെ വന്ന് ഈ ലവ് ആൻഡ് തണ്ടർ മൂവിയിൽ ഭയങ്കര കോമഡി ആയിട്ടാണ് കാണിച്ചത്. എന്താ പറയുക, ഒരു ഒട്ടും തന്നെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ക്യാരക്ടർ പോലെയാണ് തോറിനെ പ്രസൻറ്റ് ചെയ്തത്. അതേ തോറിനെ വെച്ച് നിറയെ കോമഡിയൊക്കെ ചെയ്ത് അത് മിക്കതിന് ക്രിഞ്ചാണ്. ആ പടം തന്നെ ഒരു ക്രിഞ്ച് മൂവിയായിരുന്നു. അപ്പം ഉറപ്പായിട്ട് അത് മിക്ക ഫാൻസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ചില ആൾക്കാരെ പടം കൊള്ളാമെന്നൊക്കെ പറയുമായിരിക്കാം. പക്ഷേ സത്യം പറഞ്ഞാൽ തോർ ലവ് ആൻഡ് തണ്ടർ മൂവി ഒരു വേസ്റ്റ് ആയിട്ടുള്ളൊരു MCU മൂവിയാണ്. അതായത് വൺ ഓഫ് ദ MCU മൂവീസിൽ ഇപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിറയെ മോശപ്പടങ്ങളുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ടോപ്പിക് കൊണ്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് തോർ ലവ് ആൻഡ് തണ്ടർ. അപ്പം ഇനി പറഞ്ഞാൽ തോർ 5 ഉറപ്പായിട്ട് ബെറ്റർ ആയിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ തോറിൻ്റെ ക്യാരക്ടറിനെ തന്നെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആക്കി കളയും. അതായത് ഇപ്പോൾ നിങ്ങൾ ആളോട് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാളുവിൽ തന്നെ നല്ലൊരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒക്കെ കൊടുത്തൊരു ക്യാരക്ടറാണ് തോർ. സൂപ്പറായിട്ടാണ് തോറിൻ്റെ ഒരു ക്യാരക്ടർ ആർക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ തോർ ലവ് ആൻഡ് തണ്ടർ എത്തിയപ്പോഴേക്ക് കംപ്ലീറ്റ്ലി ആയിട്ട് അവർ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഇനി പറഞ്ഞ തോർ 5 വന്ന് ഉറപ്പായിട്ട് ഒരു ഡാർക്കായിട്ടും നല്ലൊരു ആക്ഷൻ സീക്വൻസ് ഒക്കെ വെച്ച് കൊണ്ടുപോകണം. എന്നാലേ കാണാൻ ഒരു രസം ഉണ്ടാവും. ആ കോമഡി എലമെൻറ്റ്സ് എടുത്ത് കളയണം, എന്നിട്ട് ഡാർക്കായിട്ട് പ്രസൻറ്റ് ചെയ്യണം. അപ്പം ഇവിടെ നമ്മുടെ ക്രിസ് ഹെംസ്വർത്ത് ആ ഒരു കാര്യമാണ് ഇവിടെ കൺഫേം ആക്കുന്നത്. തോർ 5 എന്തായാലും വന്നിരിക്കും. പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നല്ല ഡാർക്കായിട്ടൊക്കെ ആയിരിക്കും പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത്. അതിന് പിന്നെ വന്ന ചില ഇൻസൈഡേഴ്സിനൊക്കെ കിട്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തോർ 5 വന്ന് ഒരു ആക്ഷൻ ത്രില്ലറായിട്ടൊക്കെ ആയിരിക്കും ചെയ്യാൻ പോകുന്നതാണ് പറഞ്ഞത്. അതായത് നല്ലൊരു ആക്ഷൻ പാക്കേജഡ് ആയിട്ടായിരിക്കും ചിലപ്പം തോർ 5 വരാൻ പോകുന്നതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടൊരു ഡാർക്ക് ടൂണിലായിരിക്കും വരാൻ പോകുന്നത്. വില്ലനാര് സ്റ്റോറി എന്താണെന്ന് അറിഞ്ഞൂടാ. ബട്ട് ഉറപ്പായിട്ടും എന്താ പറയുക, നിറയെ ക്യാരക്ടേഴ്സ് ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു ഹെർക്കുലീസ് ആൻഡ് ഇപ്പോൾ നമ്മുടെ സ്യൂസ് ആണെങ്കിൽ ഒരു ആർമി തന്നെ അയക്കാൻ പോവുകയാണ്. പിന്നെ ഇതല്ലാതെ നമ്മുടെ പീറ്റർ ഏബൽ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല ചിലപ്പോൾ റൂൺ കിങ് തോറിൻ്റെ ഒരു ലീഡും കൊടുക്കാനൊക്കെ ചാൻസസ് ഉണ്ട്. സീക്രട്ട് വാർസിന് മുമ്പേ തന്നെ ഒരു തോർ 5 വരാൻ ചാൻസസ് ഉണ്ട്. കാരണം സീക്രട്ട് വാർ സമയത്ത് എന്തായാലും തോർ ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ പവർഫുൾ ആവണം. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കാനൊക്കെ ചാൻസസ് ഉണ്ട്. ഫേസ് 6 ആ ഒരു അകത്തേന് നമുക്ക് തോർ 5 കിട്ടുമെന്നാണ് തോന്നുന്നത്. ക്രിസ് ഹെംസ്വർത്ത് റെഡിയാണ്. പുള്ളി നല്ലൊരു തോർ 5 കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഉറപ്പായിട്ടും തോർ 5 വന്നിരിക്കും. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നല്ലൊരു ഡാർക്കായിട്ട് വരാനാണ് സാധ്യത കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ഗൈസ്? നിങ്ങൾ ആരൊക്കെ തോർ 5 വേണ്ടി വെയിറ്റിംഗ് ആണ്? പ്രത്യേകിച്ച് തോർ 5 മൂവി എങ്ങനെ വന്നാൽ കൊള്ളാമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ഗൈസ്.